നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ഇത് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലും കൊടുത്തു വിടാനായിട്ട് വളരെ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് റൈസ് നമുക്ക് ആദ്യം വേവിച്ചെടുക്കണം. റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് വെള്ളം ഒരു പാത്രത്തിലൊന്ന് തിളപ്പിച്ച് എടുത്തിട്ടുണ്ട്. അത് തിളച്ച് വന്നപ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. 2 ഏലക്കയും 3 ഗ്രാമ്പും, ഒരു സ്റ്റാർ അനീസ്, ഒരു കഷ്ണം പട്ട, ഒരു ബേ ലീഫ്, ഇത്രയുമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ റൈസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ട്രാ ഫ്ലേവർ ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് ബസുമതി റൈസ് ഇട്ട് കൊടുക്കാം. ബസുമതി റൈസ് ഞാൻ ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ബസുമതി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വെള്ളത്തിന് പാകത്തിനുള്ള ഉപ്പ് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം. ലെമൺ ജ്യൂസ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പം അത് റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും നല്ല സോഫ്റ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് റൈസ് കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ലെമൺ ജ്യൂസും ഉപ്പും ചേർത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ റൈസ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇത് കുഴഞ്ഞു പോകുന്നതിന് മുമ്പ് വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഈ ഒരു പാകത്തിന് നമുക്കിത് കോരിയെടുക്കാം. ഞാൻ ഈ റൈസ് കോരിയെടുത്ത് ഒരു കൊളാണ്ടറിലേക്ക് ഇട്ട് വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ റൈസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗീ ഇഷ്ടമില്ലാത്തവർക്ക് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഗീ ആണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ 20 കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട്. നമുക്കത് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ കാഷ്യൂ നട്ട്സ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇതേ പാനിലേക്ക് ആ ഗീയിലേക്ക് തന്നെ ഞാനിവിടെ ഒരു ചെറിയ സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു വെളുത്തുള്ളി എല്ലിയും കൂടി ചതച്ചതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു റോ ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളക് എരിവിൻ്റെ അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പച്ചമുളകും ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം, പൊടികൾ കരിഞ്ഞു പോകാതെ വഴറ്റിയെടുക്കണം. പൊടികൾ ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസ് ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ക്യാരറ്റ് ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. 1 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ക്യാരറ്റ് വേകുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. രണ്ട് മിനിറ്റ് കഴിഞ്ഞ് അടുപ്പ് തുറന്ന് ഒന്നുകൂടെ ഇതുപോലെ ഒന്ന് ഇളക്കിയിടാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. 1/2 ടീസ്പൂൺ ഉപ്പ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റൈസിന് നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് ഉപ്പ് ക്യാരറ്റിന് പാകത്തിനുള്ളത് വേണം ചേർക്കാനായിട്ട്. ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 2 മിനിറ്റ് കൂടെ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ ക്യാരറ്റൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഇതിലേക്ക് അല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും ചേർത്ത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് പാകത്തിന് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. റൈസ് ചേർത്ത് ക്യാരറ്റും റൈസും എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസിൻ്റെ റെസിപ്പിയാണ്. റൈസ് പൊടിഞ്ഞു പോകാതെ എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അല്പം മല്ലിയില ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു റൈസാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് റേത്തയോ അല്ലെങ്കിൽ ഏതെങ്കിലും പിക്കിളോ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂ നട്ട്സ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്പം മല്ലിയിലയും കൂടി ഇട്ട് ഞാനിതൊന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇതുപോലെ ഒരു ക്യാരറ്റ് കാഷ്യൂനട്ട്സ് റൈസ് നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.